ആദ്യമായിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് ഒന്ന് നോക്കാം. ഇത് സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസിൽ ഒരുപക്ഷെ പഠിച്ചിട്ടുള്ളത് തന്നെയായിരിക്കാം. ടൈം ഡൊമൈൻ സിഗ്നൽസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ യൂഷ്വലി എക്സ് ആക്സിസിൽ ടൈമും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് വാല്യൂസ് എലോങ് ദ വൈ ആക്സിസുമാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ കണ്ടിന്യൂസ് ടൈം, കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡ്. ഇത്തരം സിഗ്നൽസിനെയാണ് സാധാരണ അനലോഗ് സിഗ്നൽസ് എന്ന് പറയുക. അനലോഗ് സിഗ്നൽസിൻ്റെ എക്സാക്റ്റ് ഡെഫിനിഷൻ അല്പം വ്യത്യസ്തമാണ്. തൽക്കാലം നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. ഇത്തരം സിഗ്നൽസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ടായിരിക്കും. അതേസമയം ഒരു DSP പ്രോസസ്സറിൽ മെമ്മറീസ് എപ്പോഴും ഫൈനൈറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കണ്ടിന്യൂസ് സിഗ്നലിനെ ഒരു DSP പ്രോസസ്സറിൽ നമുക്ക് അസൈൻ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫിനിറ്റ് വാല്യൂസിനെ ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ആക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു സിഗ്നലിനെ ഡിസ്ക്രിറ്റൈസ് ചെയ്യുന്നു. ടൈം ആക്സിസിനെ ഡിസ്ക്രിറ്റൈസ് ചെയ്യുന്നതിന് സാമ്പിളിംഗ് എന്നും ആംപ്ലിറ്റ്യൂഡ് ആക്സിസിനെ ഡിസ്ക്രിറ്റൈസ് ചെയ്യുന്നതിന് ക്വാണ്ടൈസേഷൻ എന്നും പറയുന്നു. ടൈം ആക്സിസ് സാമ്പിൾ ചെയ്യുന്നതിനായിട്ട് ഒരു ടൈം പീരിയഡ് ക്യാപിറ്റൽ T ഇൻ സെക്കൻഡ്സ് ആവശ്യമായത് എത്രയെന്ന് തീരുമാനിക്കുന്നു. പിന്നീട് ഓരോ ടൈമിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള Tക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് വാല്യൂസ് കണ്ടുപിടിക്കുന്നു. ഇത്തരം സിഗ്നൽസിന് പറയുന്നത് പേരാണ് ഡിസ്ക്രീറ്റ് ടൈം കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡ്. ഇവിടെ സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ഒരു സംശയമാണ്, ഇതെങ്ങനെ കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ കണ്ടിന്യൂസ് ആവും? കാരണം ഇവിടെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് ഇവിടെ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് കാണാനില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കണ്ടിന്യൂറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആംപ്ലിറ്റ്യൂഡ് വാല്യൂസിന് ഏത് വാല്യൂ വേണമെങ്കിലും അസൈൻ ചെയ്യാം എന്നുള്ള ഒരർത്ഥത്തിലാണ്. അതായത് ഒരു പർട്ടിക്കുലർ സാമ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ആംപ്ലിറ്റ്യൂഡ് വാല്യൂ എന്താണോ അത് അങ്ങനെ തന്നെ എടുക്കുന്നു. ഓപ്പൺഹൈമിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് എന്നായിരുന്നു. പക്ഷേ പിന്നീട് അതിൻ്റെ പേര് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് ആക്കി മാറ്റി. ഇതിനുള്ള കാരണം ചാർജ് കപ്പിൾഡ് ഡിവൈസസ് പോലെയുള്ള ഇലക്ട്രോണിക് കോമ്പോണൻറ്റ്സ് വന്നതോടുകൂടി ഈ കിട്ടുന്ന ആംപ്ലിറ്റ്യൂഡ് വാല്യൂസിനെ ക്വാണ്ടൈസ് ചെയ്യാതെ തന്നെ കിട്ടുന്ന വാല്യൂസിനെ അങ്ങനെ തന്നെ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും, ഇന്ന് സാധ്യമാണ്. ഇനി ആംപ്ലിറ്റ്യൂഡിനെ ഡിസ്ക്രിറ്റൈസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ക്വാണ്ടൈസേഷൻ. ഇവിടെ നോക്കുക, ക്വാണ്ടൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കറസ്പോണ്ടിങ് വാല്യൂവിനെ ഒരു സ്റ്റെപ്പ് ഫോമിലേക്ക്, അതായത് ഈ ഒരു സപ്പോസ് ഇറ്റ് ഈസ് 1.4 ആണെങ്കിൽ ഇതിനെ ഒന്നുകിൽ 2ലേക്ക് അല്ലെങ്കിൽ 1ലേക്ക് ഇത് അസൈൻ. ക്വാണ്ടൈസേഷൻ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ട്രങ്കേഷനും, രണ്ട് റൗണ്ട് ഓഫും. ട്രങ്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാല്യൂവിനെ ഈ ഒരു ലോവർ സ്റ്റെപ്പിലേക്ക് നമ്മൾ ട്രങ്കേറ്റ് ചെയ്യും. അതായത് ഈ ഒരു കേസിലാണ് ഇതിന് 1 ആയിരിക്കും. ഇനി റൗണ്ട് ഓഫിലാണെന്നുണ്ടെങ്കിൽ സപ്പോസ് ഇറ്റ് ഈസ് 1.6 എന്തെങ്കിലും വാല്യൂ ആണെങ്കിൽ അതിനെ 2ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും. സപ്പോസ് 1.4 എന്തെങ്കിലും ആണെങ്കിൽ 1ലേക്ക് റൗണ്ട് ഓഫ്. ട്രങ്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ 2ന് താഴെയുള്ള എല്ലാ വാല്യൂസിനെയും ഈ 1ലേക്ക് നമ്മൾ അസൈൻ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ക്വാണ്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1, 2, 3 എന്നിങ്ങനെയുള്ള വാല്യൂസേ ഉണ്ടാവും. ഇതിനിടയിലുള്ള വാല്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഈ 1, 2, 3, 4 എന്നുള്ളതൊരു എക്സാമ്പിളായിട്ട് കാണിച്ചു എന്ന് മാത്രം. ഇവിടെ ചിലപ്പോൾ 0.01 0.5 എന്ത് വേണമെങ്കിലും ആകാം. ഇങ്ങനെ ക്വാണ്ടൈസ് ചെയ്ത ഒരു സിഗ്നലാണ് ഈ തേർഡ് കേസിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടിന്യൂസ് ടൈം ഡിസ്ക്രീറ്റ് ആംപ്ലിറ്റ്യൂഡ്, അതായത് ആംപ്ലിറ്റ്യൂഡിനെ ഡിസ്ക്രീറ്റ് ചെയ്യുന്നതാണ് ക്വാണ്ടൈസേഷൻ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടൈം കണ്ടിന്യൂസ് ആണ്, അതേസമയം ആംപ്ലിറ്റ്യൂഡ് ഇത് ഡിസ്ക്രീറ്റ് ആണ്. ഇനി ഈ നാലാമത്തെ സിഗ്നലാണ് ആക്ച്വലി ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുന്നത്. ഡിജിറ്റൽ സിഗ്നൽ ആണെങ്കിൽ ഇതിൻ്റെ ടൈമും ഡിസ്ക്രിറ്റൈസ്ഡ് ആയിരിക്കും, അതേപോലെ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഡിസ്ക്രിറ്റൈസ്ഡ് അല്ലെങ്കിൽ ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. ഇത്തരം സിഗ്നൽസാണ് ഡിജിറ്റൽ സിഗ്നൽസ്. എക്സാക്ട്ലി ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇതിനെ കോഡും കൂടെ ചെയ്യണം. അതായത് ഇതിനെ 001 ബൈനറി ഫോമിലേക്കും കൂടെ കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് എക്സാക്റ്റ് ആയിട്ടും ഒരു ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുക. പക്ഷേ നോർമലി ഇതിന് ടൈം ആക്സിസും അതുപോലെ ആംപ്ലിറ്റ്യൂഡ് ആക്സിസും ഡിസ്ക്രിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയാറുണ്ട്. ഇവിടെ നോക്കുക, ഈ സാമ്പിളിനിടയ്ക്ക് T കഴിഞ്ഞാൽ 2T, ഇതിനിടയിലുള്ള വാല്യൂസ് 0 എന്നല്ല അർത്ഥം, ഇത് നോട്ട് ഡിഫൈൻഡ് എന്നാണ് അർത്ഥം. അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു
കോൺസെപ്റ്റാണ് സീക്വൻസ്. DSPയിൽ സിഗ്നൽസിനെ എപ്പോഴും ഒരു സീക്വൻസ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്നൊന്ന് നോക്കാം. സീക്വൻസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എ ഫങ്ഷൻ ഹൂസ് ആർഗ്യുമെൻറ്റ്സ് ആർ ഇൻഡിജേഴ്സ് ആർ നോൺ ആസ് എ സീക്വൻസ്. നേരത്തെ കണ്ടിരുന്നു, ഒരു അനലോഗ് സിഗ്നലിനെ T സാമ്പിളിംഗ് പീരീഡ് വെച്ച് സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ് ആക്സിസ് ഈ ഒരു ഫോമിലായിരിക്കും. 0, 1T, 2T, 3T എറ്റ്സെട്ര. ഇനി ഈ ഒരു എക്സ് ആക്സിസിനെ T കൊണ്ട്, അതായത് സാമ്പിളിംഗ് പീരീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? 1T/T will become 1, 2T/T become 2, etc. So the x-axis will become integer values 1, 2, 3, 4 like that. ഇങ്ങനെ T കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെ നോർമലൈസേഷൻ വിത്ത് യൂസിങ് ദ സാമ്പിളിംഗ് പീരീഡ് T ഓർ സ്കെയിലിംഗ് എന്ന് പറയും. നമ്മൾ DSPയിൽ പല സ്ഥലത്തും ഇങ്ങനെ ഒരു നോർമലൈസേഷൻ കാണാം, അല്ലെങ്കിൽ സ്കെയിലിംഗ് കാണാം. ഇത് നമ്മുടെ കമ്പ്യൂട്ടേഷൻസ് വളരെ എളുപ്പത്തിലാക്കുവാൻ വേണ്ടി ഉള്ള ഒരു മെത്തേഡാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ അനലോഗ് സിഗ്നൽ x(t) എന്ന് സങ്കല്പിക്കുക. നോ ഇതിനെ നമ്മൾ T സാമ്പിളിംഗ് പീരീഡ് വെച്ച് സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് സിഗ്നൽ വിൽ ബിക്കം x(nt). ഇനി ഇതിനെ നമ്മൾ നോർമലൈസ് ചെയ്യുന്നു, അതായത് ഇതിനെ T കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ സിഗ്നൽ വിൽ ബിക്കം x(n). സോ വി ക്യാൻ സി x(n) ഈസ് എ സീക്വൻസ്. സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആർഗ്യുമെൻ്റ് ഇൻഡിജേഴ്സ് ആയിരിക്കും. ഇവിടെ n എന്ന് പറയുന്നത് എന്നിൻ്റെ വാല്യൂ എപ്പോഴും ഒരു ഇൻറ്റീജർ ആയിരിക്കും. സീക്വൻസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്താൽ എന്താണ് അഡ്വാൻറ്റേജ് എന്ന് നോക്കാം. ഇവിടെ ഫോർ എക്സാമ്പിൾ ഒരു സീക്വൻസ് തന്നിരിക്കുന്നു x(n) ഈക്വൽ ടു ദിസ് വാല്യൂ 2, 3.5, 6 എറ്റ്സെട്ര. ഇങ്ങനെ സീക്വൻസ് ഫോമിൽ തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു എലിമെൻറ്റിൻ്റെ പൊസിഷൻ അറിയാമെങ്കിൽ ബാക്കിയുള്ള എലിമെൻറ്റ്സിൻ്റെ പൊസിഷൻസ് ഓട്ടോമാറ്റിക്കലി ഡിഫൈൻഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 6 എന്ന് പറയുന്നത് ഒരു 0th ലൊക്കേഷനാണെന്ന് വിചാരിക്കുക. എങ്ങനെയെങ്കിൽ യൂഷ്വലി ഇവിടെ ഒരു ആരോ മാർക്ക് ഇടും. ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഉണ്ടെങ്കിൽ ഈ 6 എന്ന എലിമെൻറ്റ് 0th ലൊക്കേഷനാണ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ തൊട്ട് പുറകിലുള്ളത് -1, ഇത് -2, ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് +1, ഇത് +2 എറ്റ്സെട്ര. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ടൈം ആക്സിസ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ട്രാ വേരിയബിൾ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ ഇപ്പോൾ ആരോ മാർക്കൊന്നും തന്നിട്ടില്ല എങ്കിൽ ഇവിടെ ഫസ്റ്റ് എലിമെൻറ്റ് എന്ന് പറയുന്നത് 0th ലൊക്കേഷനായിരിക്കും. 0, 1, 2, 3 എന്ന് പറഞ്ഞ് പോകും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ സീക്വൻസും 1, 2, 3, 4 എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. വെറുതെ ഈ എലിമെൻറ്റ്സിൻ്റെ വാല്യൂസ് മാത്രം തന്നു കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് സിഗ്നലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. ഇതിൻ്റെ കൂടെ നമ്മൾ T, അതായത് സാമ്പിളിംഗ് പീരിയഡ് കൂടി അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു സീക്വൻസിന് വാലിഡിറ്റി ഉള്ളൂ. ഇതാണ് ഒരു സിഗ്നലിനെ സീക്വൻസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്താലുള്ള അഡ്വാൻറ്റേജ്. ഒരുപക്ഷെ DSPയുടെ തന്നെ ഒരു കോർ ഓപ്പറേഷൻ എന്ന് പറയുന്നത് കൺവല്യൂഷൻ ആയിരിക്കും. ഈ കൺവല്യൂഷൻ ഓപ്പറേഷൻ മാത്സിലും കൺട്രോൾ സിസ്റ്റത്തിലും ലീനിയർ സിസ്റ്റം അനാലിസിസിലും സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസിലും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ ഒരു സംഭവത്തിൻ്റെ റെസ്പോൺസ് ഈ പ്രസൻറ്റ് ടൈമിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷനാണ് ഈ കൺവല്യൂഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നോൺ കോസൽ സിസ്റ്റംസ് ആണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന എന്തെങ്കിലും പ്രസൻറ്റിനെ അഫക്റ്റ് ചെയ്യുക. ആ കേസിലാണ് നമ്മൾ നോൺ കോസൽ സിസ്റ്റംസ് എന്ന് പറഞ്ഞിരുന്നത്. ഇത് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ സിനിമ അല്ലെങ്കിൽ TV കാണുന്ന മെത്തേഡാണ്. ഇത് ഹ്യൂമൻ ഐയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം. ഹ്യൂമൻ ഐക്ക് ഒരു ഇമ്പൾസ് റെസ്പോൺസ് ഉണ്ട്. അതായത് ഒരു ഫ്ലാഷ് ഓഫ് ലൈറ്റ് ഹ്യൂമൻ ഐയിൽ ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1/16th of a second അതവിടെ റീറ്റെയിൻ ചെയ്യും. അപ്പം ഇതിനിടയിൽ മറ്റൊരു ഫ്ലാഷ് ഓഫ് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് പഴയതിൻ്റെ റെസ്പോൺസും ഇപ്പോഴത്തെ എഫക്റ്റോടെ കൂടിയിട്ട് വേറൊരു എഫക്റ്റ് ഉണ്ടാകും.
ഇനി ഇതിനിടയിൽ മൂന്നാമത് ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ ഈ പഴയ രണ്ടെണ്ണത്തിൻ്റെയും കൂടെ എഫക്റ്റും പ്രസൻറ്റിൻ്റെയും കൂടെ എഫക്റ്റോട് കൂടി അതിന് വേറൊരു എഫക്റ്റ് ഉണ്ടാക്കും. ഇങ്ങനെയാണ് നമുക്ക് സിനിമയും ടി വിയും മറ്റും ഡിസ്ക്രീറ്റായിട്ടാണ് ഇത് ഡിസ്പ്ലേ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ഐയുടെ ഇമ്പൾസ് റെസ്പോൺസ് വെച്ചിട്ട് നമുക്കത് കണ്ടിന്യൂസ് ആണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാകുന്നത്. ഇവിടെ ഹ്യൂമൻ ഐയിൽ നടക്കുന്നത് ഒരു തരം കൺവല്യൂഷൻ ഓപ്പറേഷനാണ്. ഒരു കൺസെപ്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് H0, H1, H2 എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇമ്പൾസ് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ H1 ആവും, വീണ്ടും കുറച്ച് കഴിയുമ്പോൾ അത് H2 ആയി, ഇങ്ങനെ പിന്നീട് 0, അടുത്ത ഇൻസ്റ്റൻ്റിൽ അത് 0 ആവുന്നു. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ഇൻപുട്ടിൽ ഒരു സിഗ്നൽ കൊടുക്കുന്നു. 3 സാമ്പിൾസ് X0, X1, X2 എന്ന് പറയുന്ന 3 സാമ്പിൾസ് കൊടുക്കുന്നു. ഇനി 0th ഇൻസ്റ്റൻറ്റിൽ ആ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ കൊടുത്തത് X0 ആണ് ആദ്യം കൊടുത്തത്. അപ്പം X0ഉം H0ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് X0, H0 എന്നാകും. ഇനി സെക്കൻഡ് സാമ്പിൾ എന്ന് പറയുന്നത് X1 ആണ്. അപ്പോൾ X1 വരുന്ന സമയത്ത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? H0, X1. അതേ സമയം തന്നെ ഇവിടെ പഴയ സിഗ്നൽ എവിടെ എത്തിയിട്ടുണ്ടാവും? H1ൽ എത്തിയിട്ടുണ്ടാവും. അപ്പം X0ൻ്റെ റെസ്പോൺസ് അപ്പോൾ എന്തായിരിക്കും? H1 ഇൻറ്റു X0. അതായത് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് X1, H0. ദെൻ പാസ്റ്റ് വാല്യൂ കൊണ്ടുള്ള എഫക്റ്റ് എന്ന് പറയുന്നത് X0, H1. സോ സെക്കൻഡ് ഇൻസ്റ്റൻറ്റിൽ അതിൻ്റെ Y1 എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ ആയിരിക്കും. ഇനി തേർഡ് സാമ്പിൾ വരുമ്പോൾ എന്ത് സംഭവിക്കും? തേർഡ് സാമ്പിൾ വരുമ്പോൾ അതിൻ്റെ ആ ഇൻസ്റ്റൻറ്റിലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് X2, H0, X2, H0. ഇനി അതിൻ്റെ തൊട്ട് മുമ്പിൽ രണ്ടാമത്തെ സാമ്പിൾ കൊണ്ട് ഉണ്ടായ എഫക്റ്റ് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി X1, H1 ആയിരിക്കും. ഇനി ഏറ്റവും ആദ്യത്തേൻ്റെ അപ്പോൾ ഇവിടെ H2ൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതെന്തായിരിക്കും? ആദ്യത്തേത് X0, X0, H2. അപ്പോൾ ഈ മൂന്നാമത്തെ സാമ്പിൾ വരുമ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂസ് ആയിരിക്കും. ഇനി നോക്കാം, നമ്മുടെ ഇൻപുട്ട് ഇതോടുകൂടി അവസാനിച്ചു. പക്ഷേ ഇൻപുട്ട് അവസാനിച്ചാലും ഔട്ട്പുട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതായത് നാലാമത്തെ ഇൻസ്റ്റൻറ്റിൽ X0 വാല്യൂ 0 ആയിപ്പോയി. പിന്നെ സെക്കൻഡ് വാല്യൂ H2ൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് X1, H2 പ്ലസ് അല്ലെ തേർഡ് വാല്യൂ അതായത് X2 ആ സമയം H1ൽ എത്തിയിട്ടുണ്ടാവും. അപ്പം X2, H. സോ ഫോർത്ത് ഇൻസ്റ്റൻറ്റിലെ വാല്യൂ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇനി ഫിഫ്ത്ത് ഇൻസ്റ്റൻ്റ് ആകുമ്പോൾ ഈ സെക്കൻഡ് വാല്യൂയും X1ഉം 0 ആയിട്ട് പോകും. പിന്നെ ബാക്കിയുള്ളത് X2 മാത്രമാണ്. അപ്പോൾ X2 ഇവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പം X2, H2 ഫൈനൽ വാല്യൂ. വീണ്ടും അടുത്ത ഇൻസ്റ്റൻറ്റ് വന്നു കഴിയുമ്പം എന്തായിരിക്കും? ഇത് കംപ്ലീറ്റ് ആയിട്ടും 0 ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഇൻപുട്ട് 0 ആയി കഴിഞ്ഞിട്ടും ഇവിടെ ഔട്ട്പുട്ടിൽ വാല്യൂസ് വരുന്നുണ്ട്. ഈ ഒരു സംഭവമാണ്, അതായത് ഇൻപുട്ട് 0 ആയി കഴിഞ്ഞിട്ടും ഔട്ട്പുട്ട് ഉണ്ടാകുന്ന ഈ ഒരു വാല്യൂ ആണ് DSPയിൽ പല സ്ഥലത്തും നമുക്ക് പല കമ്പ്യൂട്ടേഷനിലും ആവശ്യം വരിക. അതായത് സൈക്ലിക് കൺവല്യൂഷൻ്റെ സമയത്ത് ഈ ഒരു പ്രശ്നം കാണാം. അതുപോലെ ഓവർലാപ്പ് സേവ്, ഓവർലാപ്പ് ആഡ് മെത്തേഡിൻ്റെ സമയത്തും ഈ വാല്യൂസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് മഴ നിന്നാലും മരം പെയ്തുകൊണ്ടിരിക്കും എന്നുള്ള ഒരു പഴഞ്ചൊല്ല് പോലെയാണിത്. അതായത് ഇൻപുട്ട് നിന്ന് കഴിഞ്ഞാലും ഔട്ട്പുട്ടിൽ വാല്യൂസ് വന്നുകൊണ്ടിരിക്കും. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഓവർലാപ്പ് സേവ് മെത്തേഡ്, ഓവർലാപ്പ് ആഡ് മെത്തേഡ്, അതുപോലെ സർക്കുലർ കൺവല്യൂഷനിൽ ഒക്കെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഔട്ട്പുട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് X(n)ഉം H(n)ഉം കൺവല്യൂട്ട് ചെയ്തൊരു വാല്യൂ ആണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ Y(0) ആണെന്നുണ്ടെങ്കിൽ ഇത് ഇതിനെ നമ്മൾ റിവേഴ്സ് ഇട്ടു മൾട്ടിപ്ലൈ ചെയ്തപ്പം ഫസ്റ്റ് വാല്യൂ വിൽ ബി H0, സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നതായിരിക്കും X1, H0, ദെൻ X0, H1. ഇങ്ങനെ നമ്മൾ കൺവല്യൂട്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇതാണ് ഒരു കൺവല്യൂഷൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്.